ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ടെസ്ക് ബൈ മിറാൻഡ. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ടെക്നിക്കൽ വ്ളോഗാണ്, പക്ഷേ ജാവ അല്ല, മാനുവൽ ടെസ്റ്റിംഗ് ആണ് ഇത് പഠിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡിങ് എന്ന് പറയുന്നത് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണ്. പക്ഷേ നമ്മൾ ഓട്ടോമേഷനിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മാനുവൽ ടെസ്റ്റിംഗ് അറിഞ്ഞിരിക്കണം. ഈ മാനുവൽ ടെസ്റ്റിങ്ങിൽ കൂടുതലും തിയറീസ് ഒക്കെയാണ് വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിങ്, കുറേ ടെസ്റ്റിംഗ് നെയിംസ് ഉണ്ട്. പിന്നെ ടെസ്റ്റിംഗ് പ്രോസസ്സ്, ഡോക്യുമെൻറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂ, ഇപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഇൻ്റർവ്യൂ ആണെങ്കിൽ കൂടെയും അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും നമുക്ക് ഈ മാനുവൽ ടെസ്റ്റിങ്ങിനകത്തുനിന്ന്. അപ്പോൾ നമ്മളിത് കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വ്ളോഗ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാനുവൽ ടെസ്റ്റിങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടെസ്റ്റിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം. അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ടും അല്ലെങ്കിൽ ഇമെയിൽ വഴിയൊക്കെ ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ടെസ്റ്റിംഗ് എന്താണെന്ന് പറയാം. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ റിക്വയർമെൻറ്റ്സും നമുക്ക് ആ സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അത് രണ്ട് സെയിം ആണ്. അതായത് ആക്ച്വൽ ഔട്ട്പുട്ടും എക്സ്പെക്ട് ഔട്ട്പുട്ടും നമ്മൾ കമ്പാരിസൺ നടത്തുകയാണ്. അതിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളതിന് ടെസ്റ്റിംഗ് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനെ ഹൈ ക്വാളിറ്റി ആക്കാൻ വേണ്ടി നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു മൊബൈൽ ഫോൺ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ റിക്വയർമെൻറ്റ്സ് എനിക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? വൈറ്റ് കളർ ആയിരിക്കണം, ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കണം, അതിന് കീപാഡ് ഉണ്ടായിരിക്കണം, പിന്നെന്താ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ്. അപ്പോൾ എനിക്ക് കിട്ടിയ ആക്ച്വൽ മൊബൈലിൻ്റെ കളറ് വേറൊരു കളർ, ഒരു ബ്ലാക്ക് കളറാണ് വെക്കുക. അപ്പം എന്ത് പറ്റി? അത് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും ഡിഫറൻസ് ഉണ്ട്. അതായത് ബഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യുക, കമ്പാരിസൺ നടത്തുക. എന്നിട്ട് നമ്മൾ ടു മേക്ക് ഷുവർ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആക്കി നമ്മൾ നമ്മുടെ ക്ലയൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ടെസ്റ്റിംഗ് നമുക്ക് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് മാനുവൽ ടെസ്റ്റിങ്ങും, രണ്ടാമത്തെ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങും. അപ്പോൾ നമ്മളിന്ന് മാനുവൽ ടെസ്റ്റിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് പോലെ തന്നെ ഇറ്റ്സ് എ ടെസ്റ്റിംഗ് പ്രോസസ് വിത്തൗട്ട് എനി യൂസേജ് ഓഫ് ദ ഓട്ടോമേഷൻ ടൂൾ ഓർ സോഫ്റ്റ്വെയർ. നമ്മൾ സോഫ്റ്റ്വെയറോ ഓട്ടോമേഷൻ ടൂൾസോ സ്ക്രിപ്റ്റിംഗോ ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്താണ്? നമ്മൾ ചില കോഡിങ് യൂസ് ചെയ്ത്, ലൈക്ക് ജാവ, പൈത്തൺ, അങ്ങനെയൊക്കെയുള്ള ചില കോഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചില സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് കാണാം. അവിടെ 7 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടെസ്റ്റിംഗ് ഷോസ് പ്രസൻസ് ഓഫ് ഡിഫക്ട്സ്. അതായത് ടെസ്റ്റിങ്ങിൽ നമുക്ക് ഡിഫക്ട്സിൻ്റെ അല്ലെങ്കിൽ ബഗ്സിൻ്റെ പ്രസൻസ് കാണാം. അത് ബഗ്സ് അവിടെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും, പക്ഷേ ഇത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. റിമൂവ് ചെയ്യുന്നതാണ് ഡെവലപ്പേഴ്സ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡെവലപ്പർ വർക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ടെസ്റ്റിംഗ് ഷോസ് ദ പ്രസൻസ് ഓഫ് ഡിഫക്ട്സ്. സെക്കൻഡ് വണ്ണാണ് എക്സ്ഹോസ്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് ഇമ്പോസിബിൾ. എക്സ്ഹോസ്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ എല്ലാ ഫങ്ഷണാലിറ്റീസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്സ് യൂസ് ചെയ്തും ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ എക്സ്ഹോസ്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഹൈ റിസ്ക് അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ഉള്ള ഫങ്ഷണാലിറ്റീസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ആണ് ഏർലി ടെസ്റ്റിംഗ്. ഏർലി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റിംഗ് എത്ര ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്ര ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ഒരു പ്രൊഡക്റ്റിൻ്റെ പകുതി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നാൽ അതിൻ്റെ ബഗ്സ് ഒക്കെ റിസോൾവ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ഏർലി ടെസ്റ്റിംഗ് ചെയ്യേണ്ടതാണ് തേർഡ് പ്രിൻസിപ്പിൾ. ഫോർത്ത് വൺ ഇസ് ഡിഫക്റ്റ് ക്ലസ്റ്ററിങ്. ഡിഫക്റ്റ് ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനിലെ അതിൻ്റെ ബഗ്സ് എല്ലാം കൂടുതലും ഫോക്കസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഫങ്ഷണാലിറ്റിയിലായിരിക്കും. ആണ് ഡിഫക്റ്റ് ക്ലസ്റ്ററിങ്. ഒരു ക്ലസ്റ്ററിനുള്ളിലായിരിക്കും കൂടുതൽ ബഗ്സ് ഉള്ളത്. ആണ് ഡിഫക്റ്റ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേമാണ് പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 80-20 റൂൾ എന്ന് പറയും. അതായത് 80% ഓഫ് ദ ബഗ്സ് എന്ന് പറയുന്നത് 20% ഓഫ് ദ മൊഡ്യൂൾസിൽ നിന്നായിരിക്കും വരിക. അവർ 20% ഓഫ് ദ ഇഷ്യൂസ് വരുന്നത് 80% ഓഫ് ദ മൊഡ്യൂൾസ്. അതാണ് പാരറ്റോ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫോർത്ത് വൺ, ഡിഫക്റ്റ് ക്ലസ്റ്ററിങ്. ദെൻ ഫിഫ്ത്ത് വൺ ഇസ് പെസ്റ്റിസൈഡ് പാരഡോക്സ്. പെസ്റ്റിസൈഡ് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെയിം ടെസ്റ്റ് കേസസ് തന്നെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് പുതിയ പുതിയ ഇഷ്യൂസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് പെസ്റ്റിസൈഡ് പാരഡോക്സ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് കേസസിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് വെച്ച് നമ്മൾ ടെസ്റ്റ് എക്സിക്യൂഷൻ നടത്തുക. അപ്പോൾ നമുക്ക് കൂടുതൽ ബഗ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ. ദെൻ സിക്സ്ത് പ്രിൻസിപ്പിൾ ഇസ് ടെസ്റ്റിംഗ് ഈസ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്ത കേസസ് അല്ല നമുക്ക് ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്.
ഈ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് കേസസ് അല്ല നമുക്ക് ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള കോൺടെക്സ്റ്റ് വേറെ വേറെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ടെസ്റ്റിംഗ് എപ്പോഴും കോൺടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ. ദെൻ 7th വൺ ഈസ് ആബ്സെൻസ് ഓഫ് എറർ പോളിസി. ആബ്സെൻസ് ഓഫ് എറർ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്തു, അതിൽ 99% ബഗ് ഫ്രീ ആണെന്ന് നമ്മൾ പറയാം. ഓക്കെ, എല്ലാം 99% ബഗ്സ് ഒന്നും അവിടെ ഇല്ല, അത് ക്വാളിറ്റിയാണ്. പക്ഷേ അത് യൂസറിൻ്റെ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് 7th പോയിന്റ്, ആബ്സെൻസ് ഓഫ് എറർ പോളിസി. ഈവൻ ബഗ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടെയും യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യണം. അതാണ് 7th പ്രിൻസിപ്പിൾ. ടെസ്റ്റിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു ടൈമാണ് SDLC അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഈ SDLC ആണ് എന്താണെന്ന് പറയാൻ വേണ്ടി പോകുന്നത്. SDLC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ നമുക്ക് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നിടം തൊട്ട് അതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലയൻറ്റിന് കൊടുക്കുന്നതിന് വരെയുള്ള ആ ഒരു സ്റ്റേജിനെ പറഞ്ഞ സ്റ്റേജസ് കുറേ സ്റ്റേജസ് വരുന്നുണ്ട്. അതിന് പറഞ്ഞ പേരാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ SDLC ഇസ് എ systematic process for building the software that ensures the quality and the correctness of the output. അതാണ് SDLCയുടെ ഒരു ഡെഫിനിഷൻ. നമുക്ക് SDLCക്ക് പല ഡെഫിനിഷൻസ് നമുക്ക് കൂടുതൽ കിട്ടും കേട്ടോ. ഏത് വേണം നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അപ്പം പിന്നെന്താ, SDLC പറഞ്ഞൊരു മെക്കാനിസമാണ് പ്രോജക്റ്റ് കൺട്രോളിങ്ങിനും ട്രാക്കിങ്ങിനും വേണ്ടിയിട്ട്. അപ്പം സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആകുന്ന പാർട്ടീസിനെ പറയുന്ന ഒരു ടേമാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇറ്റ് മേ ബി ദ യൂസർ, ലൈക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പീപ്പിൾ, പ്രൊജക്ട് മാനേജേഴ്സ്, ഇങ്ങനെ ആര് വേണമെങ്കിലും നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആകുന്ന ആൾക്കാർ. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മുടെ പ്രൊജക്റ്റിന് ഒബ്സർവ് ചെയ്യാൻ എളുപ്പമാണ്. അതായത് നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പം ഏത് സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നത്, ഇപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ, അങ്ങനെയൊക്കെ അറിയാനായിട്ട് പറ്റും ഈ SDLC നമ്മുടെ പ്രൊജക്റ്റിൽ ഉണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ ക്ലയൻറ്റ് റിലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഡിക്രീസ് ദ പ്രൊജക്റ്റ് റിസ്ക്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കാണാൻ വേണ്ടി ഇപ്പം അതായത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ SDLC. അപ്പം മെയിനായിട്ടൊരു സ്റ്റേജാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് റിക്വയർമെൻറ്റ് കളക്ഷൻ ആൻഡ് അനാലിസിസ്, സെക്കൻഡ് വൺ ഈസ് ഡിസൈൻ, ആൻഡ് തേർഡ് വൺ ഈസ് ഡെവലപ്മെൻറ്റ്, ഫോർത്ത് വൺ ഈസ് ടെസ്റ്റിംഗ്, ഫിഫ്ത്ത് വൺ ഈസ് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ്. ഇങ്ങനെ 5 സ്റ്റേജസ്. പിന്നെ നമുക്ക് ചിലയിടത്ത് നമുക്ക് കാണാൻ പറ്റും ഈ 5 സ്റ്റേജസിനെ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് വീണ്ടും 6 സ്റ്റെപ്സ് ഒക്കെ ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഏത് പഠിക്കാൻ പറ്റുന്ന കുഴപ്പമില്ല. പിന്നെ മെയിനായിട്ട് 5 സ്റ്റേജസാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ 5ലാണ് നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്ത് പലതാക്കിയേക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ സ്റ്റേജസ് എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ അത് റിക്വയർമെൻറ്റ് കളക്ഷൻ ആൻഡ് അനാലിസിസ്. അതായത് നമ്മളൊരു പ്രൊജക്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷന് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫുൾ തറവായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അതിനകത്തുള്ള ഇൻവോൾവ് ആകുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ ഡെവലപ്പേഴ്സ് ആകാം, ടെസ്റ്റേഴ്സ് ആകാം, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം, ഇവരെല്ലാം തറവായിട്ട് അറിഞ്ഞിരിക്കണം അതിൻ്റെ ഫങ്ഷണാലിറ്റീസ്, ഫീച്ചേഴ്സ്, ഫുൾ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഡോക്യുമെൻ്റ് ആക്കി എടുക്കും. സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ SRS ഡോക്യുമെൻ്റ് ആക്കി എടുക്കുന്നു. അതാണ് ഈ ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ആണ് ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോക്ക് ഉണ്ടാക്കും. മോക്ക് എന്ന് പറഞ്ഞൊരു ഡെമോ ഉണ്ടാക്കുകയാണ്. അവിടെ ഒരു വയർ ഫ്രെയിംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് ടൂൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷനകത്ത് ഫസ്റ്റ് ഒരു ലോഗിൻ സ്ക്രീൻ ഉണ്ടാകാം, അതിനുശേഷം അത് പോകുന്നൊരു ഡാഷ്ബോർഡിലിട്ടാണെങ്കിൽ ഡാഷ്ബോർഡ് ഉണ്ടാകാം. അപ്പോൾ ഇതിന് നമ്മളൊരു വയർ ഫ്രെയിം പോലെ ഒരു ഫ്ലോ ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. അതാണ് ഡിസൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡാണ് ഡെവലപ്മെൻറ്റ് ആണ് നമ്മുടെ ആക്ച്വൽ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ആപ്ലിക്കേഷനോട്ട് പോകുന്നത്. അവിടെ ഡെവലപ്പേഴ്സ് അവരുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണോ അത് യൂസ് ചെയ്തിട്ട് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്ത സ്റ്റേജാണ് ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ മിക്ക കമ്പനീസും തന്നെ ഫോളോ ചെയ്യുന്നത് ഡെവലപ്മെൻറ്റിന് ശേഷം ടെസ്റ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല, പകരം ഡെവലപ്മെൻറ്റും ടെസ്റ്റിങ്ങും പാരലായിട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ അജൈൽ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ. ദെൻ അടുത്ത സ്റ്റേജാണ് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ്. ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ശേഷം ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ക്ലയൻറ്റിലോട്ട് കൊടുക്കുന്നു, നമ്മൾ സെർവറിലൊക്കെ ഇടുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുക. പിന്നെ അതിനുശേഷം മെയിൻ്റെനൻസ്, ഇപ്പം ഒന്നെങ്കിൽ ക്ലയൻറ്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ അവർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ആ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് അപ്ലോഡ് ചെയ്യുക. അതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ 5 സ്റ്റേജസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, എനിക്ക് ചെക്ക് ചെയ്യാം അവിടെ. ഇനി നമുക്ക് അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് SDLC മോഡൽസ് കാണാം. പല മോഡൽസ് ഉണ്ട് SDLCക്കകത്ത്.
അതാണ് അടുത്തായിട്ട് പഠിക്കുന്നത്. SDLC മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജി, SDLC സ്ട്രാറ്റജിയാണ് SDLC മോഡൽ എന്ന് പറയുന്നത്. അവിടെ പല ടൈപ്പ് ഉണ്ട്. അതായത് വാട്ടർഫാൾ മോഡലുണ്ട്, ഇറ്ററേറ്റീവ് ഉണ്ട്, വി ഷേപ്പ് ഉണ്ട്, അജൈൽ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് മോഡൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് രണ്ടെണ്ണേ ഉള്ളൂ. അതായത് വാട്ടർഫാൾ മോഡലും അജൈൽ മോഡലും. ഇനി അടുത്തത് രണ്ടാമത്തെ SDLC മോഡലായ അജൈൽ മെത്തഡോളജി കാണാം. Agile is a software development methodology to build the software incrementally by short iterations, usually 1 to 4 weeks. അപ്പം ഒരു 1 to 4 weeks വരെയുള്ള ചില ഇറ്ററേഷൻസ് അല്ലെങ്കിൽ ചെറിയ ടൈം പീരീഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അജൈൽ മെത്തഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ നമ്മുടെ മുമ്പ് കണ്ട വാട്ടർഫാൾ മോഡലിനകത്ത് എന്താണ്, ഓരോ ഫേസ് 1 by 1 ആയിട്ട് സീക്വൻസ് ആയിട്ടാണ് ചെയ്തത്. പക്ഷേ അജൈലിനകത്ത് എല്ലാ ഫേസും പാരലായിട്ടാണ് ചെയ്ത് പോകുന്നത്. അപ്പം കുറച്ച് സ്പീഡപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫേസിൽ വെച്ച് നമുക്ക് പഴയ ഫേസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാനായിട്ടും പറ്റും. പക്ഷേ വാട്ടർഫാൾ അതിന് അനുവദിക്കുന്നില്ല. ഓക്കെ, അതാണ് അജൈൽ മെത്തഡോളജിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ കസ്റ്റമറായിട്ട് കൂടുതൽ ഒരു ക്ലോസ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ അജൈൽ മെത്തഡോളജിക്കകത്ത് നടക്കുന്നുണ്ട്. ഇന്ന് ഓൾമോസ്റ്റ് മിക്ക കമ്പനി തന്നെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് അജൈൽ മെത്തഡോളജി. ഓക്കെ, അടുത്ത നമുക്ക് അജൈൽ മെത്തഡോളജിക്കകത്ത് വരുന്ന ചില ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തഡോളജീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന് സ്ക്രം ആണ്, ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതാണ് സ്ക്രം എന്ന് പറഞ്ഞാൽ. പിന്നെ ക്രിസ്റ്റൽ മെത്തഡോളജീസ് ഉണ്ട്, DSDM അതായത് ഡൈനാമിക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്, പിന്നെ ഫീച്ചർ ഡ്രിവൺ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് മെത്തഡോളജീസ് ഉണ്ട്. അപ്പം നമുക്ക് അതിലേക്കൊന്നും ഒരുപാട് ഡീറ്റെയിലായിട്ട് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്ക്രം മാത്രം ഓർത്തിരുന്നാൽ മതി. സ്ക്രം എന്ന് പറഞ്ഞാൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അജൈൽ മെത്തഡോളജിയാണ്. ഒരിക്കലും ഇത് രണ്ടും ഇട്ടുണ്ട്, അജൈലും സ്ക്രമ്മും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. അജൈൽ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തഡോളജി SDLC മോഡലാണ്. പക്ഷേ സ്ക്രം എന്ന് പറഞ്ഞാൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അജൈൽ മെത്തഡോളജിയാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ അജൈൽ മെത്തഡോളജിക്കകത്ത് കുറേ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. അതായത് ചില ആൾക്കാർ റോൾസ് അതെന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ആളാണ് സ്ക്രം മാസ്റ്റർ. സ്ക്രം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പുള്ളിയായിരിക്കും നമ്മളിതിൻ്റെ ബാക്ക് ബോർഡ് തന്നെ പറയാം. അതായത് നമ്മുടെ സ്ക്രം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇവിടെ ഒരു മീറ്റിംഗ്സ് വെക്കും, അല്ലെങ്കിൽ ഡെയിലി സ്റ്റാൻഡേർഡ് മീറ്റിംഗ്സ് കാണും. അപ്പം അതിനെ ലീഡ് ചെയ്യുക. പിന്നെന്താ, ഈ ടീമിലുള്ള ആൾക്കാർ നമ്മളൊരു കോർഡിനേഷൻ ഉറപ്പുവരുത്തുക. അതുപോലെ മറ്റ് പ്രൊജക്റ്റിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സ്ക്രം മാസ്റ്റർ എന്ന് പറഞ്ഞ ആളായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ആളാണ് പ്രൊഡക്റ്റ് ഓണർ. പ്രൊഡക്റ്റ് ഓണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലയൻറ്റിനെയും നമ്മുടെ ഇൻറ്റേർണൽ ടീമുമായിട്ട് ഇടയ്ക്ക് മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഈ പ്രൊഡക്റ്റ് ഓണർ എന്ന് പറയുന്ന വ്യക്തി. അപ്പം പുള്ളി എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു ഡ്രൈവ്സ് ദ പ്രൊഡക്റ്റ് ഫ്രം ദ ബിസിനസ് പെർസ്പെക്റ്റീവ്. പുള്ളി ടെക്നിക്കലായിട്ട് ഒരുപാട് ഇൻവോൾവ് ആവുന്നില്ല, പക്ഷേ പുള്ളി ബിസിനസ് പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുന്ന ആളാണ്, വർക്ക് ചെയ്യുന്ന ആളാണ് പ്രൊഡക്റ്റ് ഓണർ. പുള്ളിക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് കിട്ടുന്നു, അതിനെ നമ്മൾ ഇൻറ്റേർണൽ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ആ റോളാണ് ഈ പ്രൊഡക്റ്റ് ഓണർ എന്ന ആൾ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് കുറച്ച് ടേംസ് പറയുക. അജൈൽ മെത്തഡോളജിക്കകത്ത് കുറച്ച് ടേംസ് വരുന്ന ഒന്നാമത്തെ ടേമാണ് പോയിന്റ് എന്ന് പറയും. പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടീമിന് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി, അതിനാണ് പോയിന്റ് എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മൾ അവേഴ്സിൻ്റെ മെഷർമെൻറ്റാണ് കൊടുക്കുക. യൂഷ്വലി 8 hours ആണ് കൊടുക്കാറുള്ളത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബാക്ക് എൻഡ് വർക്ക് ചെയ്ത് തീർക്കാമെങ്കിൽ നമുക്ക് പറയണം ഓക്കെ നമ്മളൊരു 24 hours അല്ലെങ്കിൽ 32 hours വേണം. അതിനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ടീമിന് ഫുള്ളായിട്ട് എടുക്കുന്ന മണിക്കൂറുകൾ. ഓക്കെ, രണ്ടാമത്തെ ടൈമാണ് കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തികൾ, ഇപ്പോൾ ഒരു ടീമിൽ 5 പേരുണ്ടെങ്കിൽ അതിൽ ഓരോ വ്യക്തിക്കും എടുക്കുന്ന ടൈം എത്രയാണ് ഒരു ടാസ്ക് ചെയ്യാനായിട്ട്, അത് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതും അവേഴ്സിൻ്റെ ടേംസിലാണ്. അടുത്താണ് യൂസർ സ്റ്റോറി. യൂസർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫീച്ചറിൻ്റെ ഫംഗ്ഷണലിൻ്റെ ഡിസ്ക്രിപ്ഷനെയാണ് യൂസർ സ്റ്റോറി എന്ന് പറയുക. അപ്പോൾ അതിനൊരു സിൻടാക്സ് ഉണ്ട്. അത് നമ്മൾ നോർമൽ ഇംഗ്ലീഷ് ഡിസ്ക്രിപ്ഷനാണ്. അതൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ആസ് എ യൂസർ ഐ വാണ്ട് ടു ലോഗ് ഇൻ ടു ദ ആപ്ലിക്കേഷൻ യൂസിങ് ക്രെഡൻഷ്യൽസ്. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഒരു യൂസർ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ ആപ്ലിക്കേഷനിലോട്ട് ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യണം. അങ്ങനെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതിനാണ് നമ്മൾ യൂസർ സ്റ്റോറി എന്ന് പറയുക. ഓക്കെ, അടുത്ത ടൈമാണ് പ്രൊഡക്റ്റ് ബാക്ക്ലോഗ്. പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് യൂസർ സ്റ്റോറീസ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് യൂസർ സ്റ്റോറീസ് ഉണ്ടാക്കും, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നമ്മൾ യൂസർ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ടൈമാണ് സ്പ്രിൻറ്റ്. സ്പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ടൈം പീരീഡ് ആണ് ടു കംപ്ലീറ്റ് ദ യൂസർ സ്റ്റോറി. അപ്പോൾ യൂസർ സ്റ്റോറീസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം പീരീഡിനാണ് നമ്മൾ സ്പ്രിൻറ്റ് എന്ന് പറയുക. സാധാരണ അത് 2 to 4 weeks ആയിരിക്കും. പിന്നെ അടുത്ത ഒരു കാര്യമാണ്
അജൈൽ മാനിഫെസ്റ്റോ. അജൈൽ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ 2001 ഒരു നമ്മുടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊരു മീറ്റിംഗ് നടന്നിരുന്നു. അതിലൊരു 12 പ്രിൻസിപ്പിൾസ് അവർ ജനറേറ്റ് ചെയ്തു. ഈ അജൈൽ മെത്തഡോളജിക്കകത്ത് ഫോളോ ചെയ്യുന്ന 12 പ്രിൻസിപ്പിൾസ്. ഓക്കെ, അതിന് എന്താ പറയുക, അതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഞാനത് എന്നാന്ന് പറയാം, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, വെൽക്കം ചേഞ്ച്, ഡെലിവർ എ വർക്കിംഗ് സോഫ്റ്റ്വെയർ, കൊളാബറേഷൻ, മോട്ടിവേഷൻ, ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, measure the progress as per the working software, maintain constant pace, monitoring, simplicity, self-organized teams, and review the work regularly. ഇങ്ങനെ 12 പ്രിൻസിപ്പിൾസ് ആണ് ഈ അജൈൽ മാനിഫെസ്റ്റോയ്ക്കകത്ത് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് കാണാം. അപ്പോൾ ഒരു കാര്യം പറയാം, ലെവൽസ് ഓഫ് ടെസ്റ്റിങ്ങും ടൈപ്സ് ഓഫ് ടെസ്റ്റിങ്ങും ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. കാരണം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഡെഫിനറ്റായിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ലെവൽസ് ഓഫ് ടെസ്റ്റിങ്ങും 2 ടൈപ്സ് ഓഫ് ടെസ്റ്റിങ്ങും. ഇത് രണ്ടും 2 കാര്യങ്ങളാട്ടോ. ഈ ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ടെസ്റ്റിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട 4 ലെവൽസാണ് വരുന്നത്. പക്ഷേ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ഓപ്ഷനാണ് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. പല ടൈപ്സ് ആണുള്ളത്. അപ്പം ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് എന്തെന്ന് പറയാം. ആദ്യത്തെയാണ് യൂണിറ്റ് ടെസ്റ്റിങ്, രണ്ടാമത്തെ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്, മൂന്നാമത്തെ സിസ്റ്റം ടെസ്റ്റിങ്, നാലാമത്തെ ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്. ഇങ്ങനെ 4 ലെവൽസാണ് വരുന്നത്. അത് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണെന്ന് പറയാം. സാധാരണ യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നത് ഡെവലപ്പേഴ്സ് ആയിരിക്കും. അതായത് ഒരു സിമ്പിൾ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിനെ എടുത്ത് ടെസ്റ്റ് ചെയ്യാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ഉണ്ടെങ്കിൽ ആ ലോഗിനെ മാത്രമേ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെവലപ്പേഴ്സ് ലെവൽ ചെയ്യുന്ന കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് പോകുന്നു. ആണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമതാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്തേക്കുന്ന ഒന്നിൽ കൂടുതൽ യൂണിറ്റ്സിന് അല്ലെങ്കിൽ മൊഡ്യൂൾസിനെ കമ്പൈൻ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്താണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോഗിനും രജിസ്ട്രേഷനും നമ്മൾ കമ്പൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ രജിസ്ട്രേഷൻ ശേഷം ലോഗിൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ ഇല്ലയോ, അതൊക്കെ വരുന്നത് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിനകത്താണ്. മൂന്നാമത്താണ് സിസ്റ്റം ടെസ്റ്റിങ്. സിസ്റ്റം ടെസ്റ്റിങ്ങിൽ നമ്മൾ എൻ്റെ ആപ്ലിക്കേഷൻ ഉള്ള സോഫ്റ്റ്വെയർ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ദെൻ ഫോർത്ത് വണ്ണാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റിങ്. അക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിൽ നമ്മൾ യൂസറിൻ്റെ പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് നമ്മൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ആയിട്ടുണ്ടോ, എല്ലാം വർക്കിംഗ് ആണോ എന്നുള്ള കാര്യങ്ങൾ. ഇതാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ടൈപ്സ് ഓഫ് ടെസ്റ്റിങ് കാണാം. ഇപ്പോൾ എന്നോട് ഇപ്പോൾ ഒരാൾ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് പല ഡെഫിനേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് പറയുകയാണെങ്കിൽ 3 രീതിയിലാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്, രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്, മൂന്നാമത്തെ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ടെസ്റ്റിങ്. ഈ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ഞാൻ ടെസ്റ്റിങ്ങിനകത്ത് പറയാം. ഇനി 3-നകത്തും ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് 20+ നമുക്ക് ടെസ്റ്റിംഗ് ടൈപ്സ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഓരോന്നെണ്ണം നോക്കാം. അതിൽ ആദ്യത്തെയാണ് ഫങ്ഷണൽ ടെസ്റ്റിങ്. അപ്പോൾ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷണാലിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്യണം. അവിടെ നമ്മൾ ലൈക്ക് വി ആർ നോട്ട് കൺസേണിങ് ഹൗ ദ പ്രോസസ്സിങ് ഒക്കേഴ്സ്. നമ്മളവിടെ എങ്ങനെയാണ് ഇത് പ്രോസസ്സിങ് നടക്കുക എന്നതിന് പകരമായിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഔട്ട്പുട്ട് മാത്രം ചെക്ക് ചെയ്യുക. അതാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ, ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ലൈക്ക് ഫ്ലിപ്കാർട്ട് or ആമസോൺ അങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾ ലോഗിൻ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞ് ആ ബട്ടനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ലോഗിൻ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതാണ് ഫങ്ഷണൽ ടെസ്റ്റിങ്ങിനകത്ത് വരുന്നത്. അവിടെ നമ്മൾ ഒരിക്കലും ചെക്ക് ചെയ്യുന്നില്ല അതിൻ്റെ ബാക്ക് എൻഡിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ അത് എത്ര സ്പീഡ് ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. അതാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിനുള്ളിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് റിഗ്രഷൻ ടെസ്റ്റിങ്, സാനിറ്റി ടെസ്റ്റിങ്, സ്മോക്ക് ടെസ്റ്റിങ്, ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റിംഗ് ഉണ്ട്. നമുക്ക് ഓരോന്നെണ്ണം പറയാം. അപ്പോൾ അതിന് സ്മോക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിൽഡ് വെരിഫിക്കേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയാം. അതായത് നമ്മുടെ ആപ്ലിക്കേഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുക. അവിടെ നമ്മൾ എല്ലാ ഫങ്ഷണാലിറ്റീസ് ചെക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. അതാണ് നമ്മൾ ഈ സ്മോക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളിവിടെ ചെക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ ബിൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വട്ടം അതിൻ്റെ പുതിയ വേർഷൻസ് തരത്തില്ലേ, അതാണ് ബിൽഡ് എന്ന് പറയുന്നത്. ആ ബിൽഡ് സ്റ്റേബിൾ ആണോ എന്ന് ഉറപ്പുവരുത്താനാണ് നമ്മൾ ഈ സ്മോക്ക് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ്, അതിന് രണ്ടാമത്തെ എക്സാമ്പിൾ ഓഫ് ഫങ്ഷൻ ടെസ്റ്റിംഗ് ആണ് സാനിറ്റി ടെസ്റ്റിംഗ്. സാനിറ്റി ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രീവിയസ് ബിൽഡിൽ നമുക്ക് കുറച്ച് ബഗ്സ് ഒക്കെ കിട്ടി, നമ്മൾ ഡെവലപ്പേഴ്സിന് കൊടുത്തു. അപ്പോൾ അവർ അതൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്താണ് സാനിറ്റി ടെസ്റ്റിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ തേർഡ് വണ്ണാണ് റിഗ്രഷൻ ടെസ്റ്റിങ്.
തേർഡ് വൺ റിഗ്രഷൻ ടെസ്റ്റിംഗ്. റിഗ്രഷൻ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി എക്സിക്യൂട്ടീവ് ടെസ്റ്റ് കേസ് നമ്മളത് റീ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അതിൻ്റെ എല്ലാ ഫംഗ്ഷനാലിറ്റീസും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവർക്ക് വരുത്താനായിട്ട് നമ്മൾ തന്നെ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. സാധാരണ നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് യൂസ് ചെയ്തത് റിഗ്രഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് എല്ലാ തവണയും ഈ സെയിം ഫംഗ്ഷനാലിറ്റി നമ്മുടെ ഈ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇച്ചിരി ഹെക്റ്റിക്കായിട്ട് വർക്കായിരിക്കും. അതിന് നമ്മൾ ഓട്ടോമേഷൻ ടൂൾസ് അവിടെ യൂസ് ചെയ്യുക. പിന്നെ മിക്ക ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് വേഴ്സസ് സാനിറ്റി ടെസ്റ്റിംഗ്. കാരണം ഇത് രണ്ടും ഏകദേശം നമുക്ക് തോന്നും ഒരുപാട്, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. സാനിറ്റി ടെസ്റ്റിംഗ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാലിറ്റീസ് മാത്രമാണെന്ന് പറഞ്ഞു. പക്ഷേ റിഗ്രഷൻ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് എല്ലാ ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പം ഈ സാനിറ്റി ടെസ്റ്റിംഗ് നമുക്ക് മാനുവലായിട്ട് ചെയ്യാനുള്ള കാര്യമുള്ളൂ. കാരണം കുറച്ച് ഫംഗ്ഷനാലിറ്റീസ് മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരത്തുള്ളൂ. പക്ഷേ റിഗ്രഷനകത്ത് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒബ്വിയസ് ആയിട്ട് ഓട്ടോമേഷൻ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ സാനിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർഫസ് ലെവൽ ടെസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ ജസ്റ്റ് അതിൻ്റെ ടോട്ടൽ ഫംഗ്ഷനാലിറ്റി ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ സർഫസ് ലെവൽ ടെസ്റ്റിംഗ് എന്ന് പറയാം. പക്ഷേ റിഗ്രഷൻ ഒരു സർഫസ് ലെവൽ ടെസ്റ്റിംഗ് അല്ല. പിന്നെന്ന് പറഞ്ഞാൽ സാനിറ്റി ടെസ്റ്റിംഗ് ഇസ് എ പാർട്ട് ഓഫ് റിഗ്രഷൻ ടെസ്റ്റിംഗ് ആണ്. അതുപോലെ നമ്മൾ ഈ സാനിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വളരെ കുറച്ച് ലിമിറ്റഡ് ടൈം മാത്രമുള്ളപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് സാനിറ്റി ടെസ്റ്റിംഗ്. പക്ഷേ റിഗ്രഷൻ ടെസ്റ്റിംഗ് നമുക്ക് അത്യാവശ്യം ടൈമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എടുത്ത് ചെയ്യുന്നതാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ കവർ ചെയ്ത ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ആണ്. അതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആയ റിഗ്രഷൻ ടെസ്റ്റിംഗ്, സാനിറ്റി ടെസ്റ്റിംഗ്, സ്മോക്ക് ടെസ്റ്റിംഗ്, ഇതൊക്കെയാണ് ഫംഗ്ഷണൽ ടെസ്റ്റിംഗിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റായി നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് എന്നാണ് പറയാം. ഈ നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് പകരം അതിൻ്റെ പെർഫോമൻസ്, ലോഡ്, സ്ട്രെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം എന്താ പറയുക, ഇതെന്ന് പറഞ്ഞൊരു ചെക്ക് ദ റെഡിനെസ് ഓഫ് ദ സിസ്റ്റമാണ് ചെയ്യുന്നത് ഈ നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാറ് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നോർമൽ സർക്കംസ്റ്റൻസിൽ എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ആവുക, സ്ട്രെസ് അല്ലെങ്കിൽ ഓവർലോഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇപ്പം ഒരുപാട് യൂസേഴ്സ് ഒരേ സമയം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ക്രാഷ് ആവുന്നു അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡൗൺ ആവുന്ന അങ്ങനെ ഇഷ്യൂസ് ഉണ്ടോ. അതുപോലെ മെയിൻ ഒരു കാര്യമാണ് സെക്യൂരിറ്റി, അതായത് സ്കാംസ് അല്ലെങ്കിൽ ഹാക്കേഴ്സിനൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ ഹാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ. പിന്നെ റിലയബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റിംഗ് നമ്മൾ പറയും. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ് വരുന്നത്. ഒന്നാണ് ലോഡ് അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യാണ് മൾട്ടിപ്പിൾ യൂസേഴ്സ് പാരലായിട്ട് അല്ലെങ്കിൽ കൺകറൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന് എന്ത് ബിഹേവിയറാണുള്ളത്. അതാണ് നമ്മൾ ഈ ലോഡ് അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ യൂഷ്വലി അത് ചില ടെസ്റ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യും, ലൈക്ക് ജെമീറ്ററൊക്കെ. അത് ഞാൻ വേറൊരു ബ്ലോഗ് ചെയ്യുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പെർഫോമൻസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് മാക്സിമം ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് അറിയാം, അതുപോലെ എത്ര ടൈം എടുക്കുന്നുണ്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഈ ലോഡ് അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റിങ്ങിനകത്ത്. മറ്റൊരു എക്സാമ്പിളാണ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാപ്ടോപ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ്, OS, പിന്നെന്താ എൻവയോൺമെൻറ്റ്സ്, മൊബൈൽ ഡിവൈസസ്, ഇതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നത് നോക്കുന്നത് നമ്മൾ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അടുത്താണ് ലോക്കലൈസേഷൻ ടെസ്റ്റിംഗ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്ത്യ മാത്രമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റ് ലൊക്കാലിറ്റീസിലോട്ടൊക്കെ അത് വർക്ക് ആവുന്നുണ്ടോ. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ, അപ്പം ഇന്ത്യയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ എനിക്കവിടെ കിട്ടുക. ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും ഇന്ത്യൻ ഡ്രസ്സൊക്കെ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഡാഷ്ബോർഡിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുക. ആ സമയം ഈ സെയിം ആപ്ലിക്കേഷൻ തന്നെ US ഒരാളെ ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അവിടെ യൂസ് ചെയ്യുന്ന ഡ്രസ്സിങ് പാറ്റേൺസൊക്കെ ആയിരിക്കും അവരുടെ ഡാഷ്ബോർഡിൽ വരിക. ഇതൊക്കെ നമ്മൾ ലോക്കലൈസേഷൻ ടെസ്റ്റിങ്ങിനകത്ത് വരിക. ഓക്കെ, അടുത്തത് സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് മെയിനായിട്ട് ബാങ്കിങ് അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്തേ പറ്റും. കാരണം സ്കാംസും ഹാക്കേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ നമുക്ക് നമ്മുടെ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് അക്കൗണ്ടൊക്കെ ഹാക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ സെക്യൂരിറ്റി ടെസ്റ്റിങ്ങിനകത്ത് വരും. പിന്നെ റിലയബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോൾട്ട് ഫ്രീ ആണോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതാണ് റിലയബിലിറ്റി ടെസ്റ്റിംഗ്. ഇപ്പോൾ ഇത്രയാണ് നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങൾ.